ഇന്ത്യ ട്രേഡിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടില്ലായിരുന്നു? ആ ഉണ്ട്. അടയ്ക്കാത്ത തോന്നിട്ട് അത് പിന്നെ പറഞ്ഞു അടക്കാന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര നാളായില്ലേ? എത്ര രൂപ? എത്ര രൂപ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, പറഞ്ഞായിരുന്നു മാസം മാസം. ഉമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. മാസം മാസം അടിച്ചാൽ മതിയായി. അല്ല, ഇത്ര നാൾ അടയ്ക്കാൻ എന്താണ്? അതിപ്പോ പൈസ ഇല്ലായിരുന്നു, അതായിരുന്നു. അന്നാ വിളിച്ച ഫോൺ എടുക്കണ്ടേ? ഉമ്മയെ വിളിച്ചപ്പോൾ ഉമ്മ പറയുന്നത് അവസാനം നിങ്ങളോട് ചോദിക്കാനാ പറയുന്നത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? വിളിച്ചായിരുന്നു. പറഞ്ഞു അവിടെ ഓഫീസിൽ വിളിച്ചപ്പോ പറഞ്ഞ് ഇപ്പൊ ഇല്ല, അടക്കാം, മാസം മാസം കുറേശ്ശെ അടക്കാന്ന് പറഞ്ഞു. എന്നാലും പിന്നെ വിളിച്ചാൽ കോൾ എടുക്കണ്ടേ? പിന്നെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. എന്നെ വിളിച്ചിട്ടില്ല. ഉമ്മയെ വിളിക്കുന്നുണ്ട്. ഉമ്മയുടെ പേരിലല്ലേ നിങ്ങൾ എടുത്ത്? ഉമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങളെ കണ്ടാമെന്ന് പറഞ്ഞു. അപ്പൊ 50,000 രൂപ ഇന്ന് തന്നെ അടയ്ക്കണം. എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇളവ് ചെയ്തു തരാൻ പറ്റും. കേസ് ഫയലിന്റെ നമ്പർ ഞാൻ തരാം, നോക്കിക്കോ. എന്താണ് ചിരിക്കുന്നു? കേസ് ഫയൽ വരുമ്പോ പറഞ്ഞിട്ടാണോ? എന്താ ദിവസത്തിന്റെ പ്രത്യേകത? ഉറപ്പാണോ? ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്തേട്ടാ. ആണോ ക്യാമറയിലോട്ട് കാണിക്കുക? എന്താ സംഭവം? വെഡിങ് ആനിവേഴ്സറി ആണോ? പേടിച്ചായിരുന്നു കേട്ടോ? പേടിച്ചല്ലേ? ആണല്ലേ? അത് കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് പേടിപ്പിക്കണമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട്. കാര്യമായിട്ടൊന്ന് പേടിപ്പിച്ചേക്കാൻ പറഞ്ഞു, അതുകൊണ്ടാട്ടോ. മുട്ട പണി കൊടുക്കണമെന്നുണ്ടാട്ടോ കരയിച്ച. ഹാപ്പിയാണോ? ബർത്ത്ഡേ എപ്പോഴാ? ആ, ഡിസംബറിലാണ്. ബർത്ത്ഡേക്ക് കൂടെ ഉള്ള ആണ്. അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ കാർഡ് ഒന്ന് വായിക്കാവോ? ഒന്ന് വായിക്കാവോ? വായിച്ചോ? മോളെ കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ ഏറെ പ്രിയപ്പെട്ടവൾക്ക് 1000 പിറന്നാൾ ആശംസകൾ. കാരണം നാട്ടിലില്ലാത്തതുകൊണ്ട് അത് അഡ്വാൻസ് ആയിട്ട് അതുകൂടെ തന്ന. ഹാപ്പി അല്ലേ? സോറി കേട്ടോ, വിഷമിച്ചു.